ഹലോ, വെൽക്കം ടു റയാസ് കിച്ചൻ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ നോൺ വെജ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാടക്കോഴി എല്ലാവരും തന്നെ വീട്ടിൽ നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട് അല്ലേ? ഫ്രൈ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മസാല കറിയായിട്ട് വെച്ച് നോക്കാറുണ്ട്. എന്നാൽ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഏറെ സന്തോഷത്തോടും കൂടിയാണ്. കാരണം ഈ ഒരു ഡിഷ് വനിതാ പാചകറാണി കോമ്പറ്റീഷനിൽ എന്നെ വിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഡിഷും കൂടിയാണ്. 1000 കോഴിക്ക് അരക്കാടാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഈ ഒരു കാടക്കോഴിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതങ്ങനെ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് റയാസ് കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ കാടക്കോഴി. ഇതിപ്പം ഞാൻ 3 കാടക്കോഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരെണ്ണം താഴെയുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. 3 കാടക്കോഴിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് പീസാക്കി മാറ്റാം. ഇതുപോലെ നന്നായിട്ട് കഴുകി പീസാക്കി മാറ്റിയതാണ്. ഞാൻ വലിയ പീസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരല്പം ഗരം മസാല. ഞാൻ അളവ് പറയുന്നില്ല, കാര്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വേറെ നമുക്ക് പുറകെ വരുന്നുണ്ട്, അപ്പോൾ അതിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ അളവ് പറയും. അപ്പോൾ ഇത് കുറച്ചൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ആ ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു മസാല കൂട്ടൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രമുള്ളത് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ അകത്തും പുറത്തുമൊക്കെ എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം നമുക്ക്. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, മാരിനേറ്റ് ചെയ്ത് വെളിയിൽ വെച്ചാൽ മതി. നമുക്കിനി പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണയാണ്. അതിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട, നമുക്കൊന്ന് ഷാലോ ഫ്രൈ മതി. ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട. കാര്യം നമ്മൾ വേറെ ഞാൻ പറഞ്ഞില്ലേ, പുറകെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്നും നമുക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. നടുക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്, അതും കൂടെ നമുക്ക് ഫില്ല് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന മസാലയാണ്. അപ്പോൾ അത് പിടിക്കാത്തതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ല അത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. നമുക്കൊന്ന് ഓരോന്നും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ വേറെയും പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഫ്രൈ അല്ല, നമുക്ക് പിന്നെയും വേവിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ഒന്ന് ചെറു തീയിൽ തന്നെ ലോ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അല്ല ഡീപ് ഫ്രൈ ആയിട്ടൊന്നും എടുക്കണമെന്നില്ല, നേരത്തെയും പറഞ്ഞു. ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം.
ഞാനിപ്പം നേരത്തെ നമ്മൾ തിരിച്ചിട്ടാണ് ഒന്നും കൂടെ അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടൈംസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറിച്ചിട്ട് വേവിക്കുന്നുണ്ട്. കാര്യം ഇതിങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദശയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമായിട്ട് മറിച്ചിട്ട്. അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഇടികല്ലുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ് ഈ ഒരു ഇടികല്ലെന്ന് പറയുന്നത്. നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇടികല്ല്, അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ പിച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് എല്ലിന്ന് വിട്ട് ബോൺലെസ് ആക്കിയിട്ട് നമുക്ക് ആ ദശ മാത്രം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാര്യം നമ്മൾ മിക്സിയിലിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണ്ടത്തെ ഈ അമ്മിക്കല്ലൊക്കെ അതിന് പകരം നമുക്ക് ഈ ഒരു ടേസ്റ്റെങ്കിലും കിട്ടണ്ടേ. കാര്യം ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് നമുക്ക്. വല്ലാത്തതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അന്നേരം മനസ്സിലാകും. കാര്യം നമ്മൾ ഈ ഒരു ഇടികല്ലൊക്കെ കിട്ടുമ്പോൾ 2 ഉപയോഗമാണ് നമുക്ക്. ഒന്ന് കുറച്ചൊന്ന് കുഴഞ്ഞ് കിട്ടും നമുക്കത്. അപ്പോൾ ഉണ്ട പിടിക്കണം നമുക്ക് പിന്നീട്. അന്നേരം ഇതൊന്ന് കുറച്ച് കുഴഞ്ഞ് കിട്ടും. മിക്സിയിൽ വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതുപോലെ എല്ലാം എടുക്കുക. ഇതിപ്പോൾ ഞാനൊന്ന് ഇടിച്ച് കാണിക്കാം. ഉണ്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കണം നമ്മൾ. കാര്യം ഇടിക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഭാഗം മാത്രം സൈഡിലേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നടുക്കോട്ടേക്കൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇടിക്കണം. ഉണ്ടോ, നമുക്കിത് കണ്ടോ ഇതുപോലെ കിട്ടണം. ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. കണ്ടോ, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് ഈ പാനിലേക്ക് തന്നെ നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 1/2 സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അത് ഇതിലേക്ക് 2 വലിയ സവാളയാണ് ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണമെന്നൊന്നുമില്ല. ഒരുപാട് മൂക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടും. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുന്നുണ്ട്. കുറച്ച് ഗോൾഡൻ ബ്രൗണും ബാക്കിയൊക്കെ. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഇത് ഞാനിപ്പം 1.5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ടീസ്പൂൺ. എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയും ഉപ്പും ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒക്കെ വരുത്താം. ആ ഒരു സ്പൂണിൽ തന്നെയാണ് ബാക്കി ഞാൻ എല്ലാം എടുക്കുന്നത്. ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഗരം മസാലയാണ്, ഒരു 1/4 സ്പൂണോളം. കാര്യം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂണോളം ഞാനിപ്പോൾ ഇട്ടു.
ഓരോന്നും ഇടുമ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ ആ ഒരു പച്ച മണം അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പ് മാറി കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ നോൺ വെജിൻ്റെ ഡിഷിലെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെ അകത്തൊന്ന് എടുത്ത് നിൽക്കും, ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അതുകൊണ്ട് അത് ഒഴിച്ച് മാറ്റി നിർത്തരുത്. കുറച്ച് മഞ്ഞൾ പൊടി ഒരു 1/4 സ്പൂൺ, ഒരല്പം കുരുമുളക് പൊടി, അതും ഒരു 1/4 സ്പൂണേ ഉള്ളൂ. കാര്യം ഈ മുളക് പൊടി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കനല്ല കാടക്കോഴി, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതുമായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. കാര്യം ഫ്ലെയിം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് അടിക്ക് പിടിക്കും. കാര്യം നമ്മൾ ഇതിനൊന്നും അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കിനും ബാക്കി ഈ സവാളയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോടും കൂടെ കയറി പിടിച്ചോളൂ. അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് തന്നെ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ചെറു ചൂടോടെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ 3 രീതിയിലാണ് നമ്മളതൊന്ന് വേവിക്കുന്നത്. ആദ്യം നമ്മൾ കാടക്കോഴി ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമ്മളിത് ഇതുപോലെ ഒന്ന് പൊടിയാക്കി സോട്ട് ചെയ്തു. പിന്നെ ഇതുപോലത്തെ ഇത് നമ്മളുടെ വഴനയില, നമ്മളുടെ വീടുകളിൽ മിക്കവരുടെ വീടുകളിൽ കാണുന്ന വഴനയിലയാണിത്. ഇതുകൊണ്ട് ഞാൻ കുമ്പിള് കുത്തുകയാണ് ബാക്കിയുള്ള വേവിക്കൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതും ടേസ്റ്റ് കിട്ടുന്നതും ചെയ്യുന്ന ആ മെയിൻ ഡിഷിൻ്റെ ആ ഒരു ഫുൾ കണ്ടൻറ്റും ഇതിലാണ് വരുന്നത്. ഇത് ഇതുപോലെ ഒന്ന് കുമ്പിള് കുത്തണം. നമ്മൾ അറിയാമായിരിക്കുമല്ലോ മിക്കവർക്കും കുമ്പിള് കുത്താൻ. എന്നിട്ട് ഇത് കൈകൊണ്ട് പിടിയുണ്ടാക്കുക. ഇതുപോലെ പിടിയുണ്ടാക്കുക. ഇത് നമ്മളിപ്പോൾ പിടിക്കുന്ന അനുസരിച്ച് അതങ്ങ് പ്രസ്സായിരുന്നുള്ളൂ, അത് വിട്ടു പോത്തേ ഇല്ലത്. അതുകൊണ്ടാണ് ആ കല്ലുമേ തന്നെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് നടുക്ക് നമ്മളുടെ ഈ ഒരു പോയിൻറ്റഡ് ഫിംഗർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കാടമുട്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടി ആ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഞാൻ അടുത്തതിൽ കാണിച്ചു തരാവേ. ഞാൻ കാടമുട്ടയുടെ കാര്യം വിട്ടുപോയി. കാടമുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഞാനത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുട്ട പുഴുങ്ങാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതാ ഇതുപോലെ കുമ്പിള് കുത്തുക. ഇനി നമ്മളുടെ കയ്യിൽ ഇതുപോലെ പിടിയെടുക്കുക. നെയ്യൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അതിങ്ങനെ തന്നെ ഉണ്ടയായിട്ട് കിട്ടും. ഇനി അത് ചൂണ്ടുവിരൽ കൊണ്ട് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട, ഇതും ഈ കാടമുട്ടയും കൂടെ ചേർത്ത് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കാടമുട്ടയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താണ്. പിന്നെ നമ്മുടെ ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലും ആ മുട്ടയോട് ചേർന്നു, പിന്നെ സൈഡിലും ആകുമ്പോഴത്തേക്കും നമുക്ക് പേടിക്കേണ്ട, ഇത് ഊരിങ്ങ് പോരത്തില്ല, വിട്ടു പോരത്തില്ല. ഇപ്പം ഉണ്ടോ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും പോരത്തില്ല അത്. ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുട്ട കുത്തി വെച്ചതുകൊണ്ട് മുട്ട ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഈ ഇഡലിത്തട്ടില്ലേ, ഇഡലിത്തട്ടാണേലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഏതെങ്കിലും പാത്രമോ എങ്ങനെയാണേലും മതി, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ സൗകര്യം. ഇനി ഇതുപോലെ ഓരോന്നും വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇതിൽ വെച്ചാൽ
അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ, 10 മിനിറ്റ് വേണ്ട, നമുക്ക് 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്ന്, ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്, 5 മിനിറ്റ് കൂടുതലായി, ഒരു 6 മിനിറ്റോളമായി. ഒന്ന് തുറന്ന് നോക്കാം ഓഫ് ചെയ്തിട്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വഴനയിലയിൽ നമ്മളിതെടുത്ത് വെച്ചല്ലേ, അപ്പോൾ ഈ വഴനയിലയുടെ ആ ഫ്ലേവർ നമുക്കിതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുമ്പിൾ കുത്തി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലേവർ ഈ മീറ്റിലേക്ക് കയറി പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വഴനയിലയിൽ നമുക്ക് വെക്കുന്നത്. നല്ല ഒരു ഫ്ലേവർ, നല്ല ഒരു എന്താ പറയുക, സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഈ വഴനയിലയിൽ ഉണ്ടാക്കിയ കുമ്പിളപ്പത്തിന്. അതുപോലെ തന്നെയാണ് ഇതും. ഈ 2 ഫ്ലേവറും കൂടെ ചേർത്ത് നമുക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പറയുന്ന കണക്കല്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നമുക്കിത് കണ്ടില്ലേ, ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അടത്തി, നമുക്ക് ഈ അടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊരി ടൂത്ത് പിക്ക് മാറ്റിയാലും ഇത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. നമുക്ക് ബിരിയാണിയുടെ കൂടെയും എങ്ങനെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും അപ്പോൾ പരീക്ഷിച്ച് നോക്കണം. അടുത്ത അടിപൊളി ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തും.